ഇന്നത്തെ റെസിപ്പി ബീഫ് ഫ്രൈ. ഇനി നമുക്ക് അടിപൊളി ഒരു ബീഫ് ഫ്രൈ റെസിപ്പി നോക്കിയാലോ. അധികം നെയ്യില്ലാത്ത ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇടുക. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചെറുതായി ഒന്ന് വറുത്തതും ചേർത്ത് നന്നായി ഇളക്കി കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈങ് പാനിൽ വെള്ളത്തിൽ നിന്നും കോരി ബീഫിട്ട് വെള്ളം ആദ്യം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബീഫിനെ മൊരിയിച്ചെടുക്കുക. 2-3 തവണകളായി വെളിച്ചെണ്ണ ചെറുതായി എടുത്തൊഴിച്ച് ബീഫിനെ നന്നായി മൊരിയിച്ചെടുക്കാം. ബീഫ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു പൊടി കൂട്ടുകൂടി ചേർക്കാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, പെരുംജീരകം ചതച്ചത്. ഇവ നന്നായി ചൂടാക്കി ബീഫുമായി ചേർത്ത് ഇളക്കി മൊരിയിച്ചെടുക്കണം. നന്നായി മൊരിഞ്ഞു വരണം. അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ റെസിപ്പികളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനൊന്നുകൂടി രുചി കൂട്ടാനായി നമ്മൾ എടുക്കുന്ന സമയത്ത് സവാളയും തക്കാളിയും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.